തയ്യൽ തൊഴിലാളികളുടെ വിരമിക്കൽ ആനുകൂല്യം വെട്ടിച്ചുരുക്കിയ നടപടി പിൻവലിക്കണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മെയ് 1 പ്രതിഷേധ ദിനം ആചരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേമനിധിയിലെ 28A പട്ടിക ഭേദഗതി ചെയ്ത് വിരമിക്കൽ ആനുകൂല്യം 42 വർഷ കാലയളവിന് 1.5 ലക്ഷമായി വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ 2020 ഏപ്രിൽ മുതൽ വിരമിച്ചവർക്ക് ബോർഡ് വിഹിതവും ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ചാണ് നൽകുന്നത്. കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിയ നവകേരള സദസ്സുകളിൽ സംഘടനയും വ്യക്തികളും ഈ വിഷയത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് പരാതി സമർപ്പിക്കുകയുണ്ടായി. എന്നാൽ നാളിതുവരെ യാതൊരു പരിഹാരങ്ങളും ലഭ്യമായിട്ടില്ലെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ മെയ് 1 പ്രതിഷേധം ആചരിക്കുമെന്നും പ്രതിഷേധത്തെ തുടർന്ന് തയ്യൽ തൊഴിലാളികൾക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്നും തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഞങ്ങളുടെ റിട്ടയർമെൻ്റ് ആനുകൂല്യം സർക്കാർ പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനത്തിൽ നിന്ന് മാറി ഇപ്പോൾ വെട്ടിച്ചുരുക്കി 28,000 30,000 ഒക്കെ കിട്ടേണ്ടുന്ന സ്ഥാനത്ത് വെറും 10,000 11,100 ഒക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നിരന്തരം നമ്മൾ മന്ത്രിതലത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയും ബോർഡ് തന്നെ തീരുമാനമെടുത്ത് മന്ത്രിയുടെ മുമ്പാകെ വെച്ചതുമാണ്. സർക്കാരിന് പ്രത്യേകിച്ചൊരു ബാധ്യതയും ഇതിനകത്തിനില്ല. ക്ഷേമനിധി ബോർഡിൽ ഫണ്ട് ഉണ്ട്. ആ ഫണ്ട് വിനിമയം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിന് സർക്കാർ തലത്തിലുള്ള ഒരു അനുമതി മാത്രമേ വേണ്ടൂ, മന്ത്രിതലത്തിലുള്ള. ആ അനുമതി കിട്ടാൻ വേണ്ടി ഇത്രയും കാലം ഞങ്ങൾ കാത്തിരുന്നു. ഇപ്പോൾ ഭരണ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനം എന്നുള്ള നിലക്ക് LDFൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തുകയും പ്രത്യേകിച്ച് നേതൃത്വം നൽകുന്ന CPMൻ്റെ 14 ജില്ലാ കേന്ദ്രങ്ങളിലും സംസ്ഥാന കേന്ദ്രങ്ങളിലും ഈ കാര്യം ബോധ്യപ്പെടുത്തി നമ്മൾ പ്രത്യേകം കത്ത് കൊടുക്കുക. കൂടാതെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ സ്ഥാനാർത്ഥികളായിട്ടുള്ള എല്ലാ ആളുകൾക്കും ഇതിൻ്റെ കോപ്പി കൊടുത്ത് ഒരു സമ്മർദ്ദം ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്നാണ് ഞങ്ങളെ സംഘടന ആവശ്യപ്പെട്ടത്. വാർത്താസമ്മേളനത്തിൽ ജില്ലാ ഭാരവാഹികളായ M രാമകൃഷ്ണൻ, TP നഫീസ റായ്, TK ഖദീജ ഹംസ, T ബാബുരാജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.